പുറപ്പാട് പുസ്തകം നമുക്ക് എടുക്കാം. 17-ാം അധ്യായം എടുക്കാം. 11 മുതൽ 13 വരെയുള്ള 3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സ് 11 to 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. മതി. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിന്നെ മിസ്രൈമിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിൽ എത്തിക്കാം. വാഗ്ദത്തമുള്ള ജനം വാഗ്ദത്തം കേട്ട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇറങ്ങിത്തിരിച്ചടത്തൊന്ന് ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ലെന്നും പറഞ്ഞ് വഴിയാത്രയിൽ ഒരു ശക്തി വഴിമുടക്കിയായി അവരുടെ മുമ്പിൽ കയറി വീണു. സ്തോത്രം. വാഗ്ദത്തം ലഭിച്ചവനെ വാഗ്ദത്തം തന്നവൻ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന വഴിയിൽ വാഗ്ദത്തമുള്ളവനെ തടയാൻ ഒരുവൻ വഴിയിൽ ഇറങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന ഈ വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്നും ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന് ദൂതുണ്ട്. വഴിമധ്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന പലതും ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. തുടങ്ങി വെച്ച് പകുതിയെങ്കിൽ സ്റ്റക്കായി പോയതെല്ലാം ഇന്നത്തെ പ്രാർത്ഥനയിൽ പുതുവഴികളായി മാറാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അതിൻ്റെ മുകളിലത്തെ ആ പാരാഗ്രാഫ് തുടങ്ങുന്ന ഭാഗത്തുള്ള വാക്യങ്ങളുടെ ദയവായിട്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അമാലിയക്കാർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ശ്രദ്ധിക്കണം, യുദ്ധം എന്തുവാ? നിന്നെ മുന്നോട്ട് വിടത്തില്ല, നീ തിരിച്ചു പോകണം, ഈ വഴി നിന്നെ വിടത്തില്ല. മോശ യോശുവയോട് യുദ്ധത്തിന് ആൾക്കാരെ തെരഞ്ഞെടുത്ത് നീ യുദ്ധത്തിനിറങ്ങണം. ഞാനോ നാളെ പർവ്വത മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ചോണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. ചുമ്മാ നിൽക്കുവല്ല, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ വടി ഉയർത്തിപ്പിടിച്ചോണ്ട് ഞാൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ദൂത് തുടങ്ങുക. ഗ്ലോറി ടു ഗോഡ്. എത്ര നിന്റെ ശക്തി കൊണ്ട് പോരാടിയാലും ജയിക്കാൻ പറ്റാത്ത മേഖല പ്രാർത്ഥന കൊണ്ട് ജയിക്കാൻ പറ്റും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഞാൻ ആത്മാവി കാണുക, ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കുന്ന ഒരു രാത്രിയായി രാത്രി. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കാൻ നീ യുദ്ധോപകരണങ്ങൾ എടുക്കണ്ട, ആളെ കൂട്ടണ്ട, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ കയറണം. ഒരാമീൻ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. മോശ എന്ത് ചെയ്തു? പർവ്വതത്തിന്റെ മുകളിൽ കയറി ദൈവത്തിന്റെ വടി ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇനി ഞാൻ അവിടെ ഒരു ദൂത് പറയുക. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, ശത്രു പിന്തിരിയും. മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രായേൽ തോക്കും, ശത്രു പ്രബലപ്പെടും. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ഇന്ന് രാത്രി ഒരു കൈ ഉയർത്തിയ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ സന്തതികളിൽ നടക്കാൻ പോകുന്ന വിടുതൽ ഭയങ്കരമാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. എവിടൊക്കെയോ ഞാനൊരു വിടുതലിന്റെ വാർത്ത കേൾക്കുന്നു, എവിടൊക്കെയോ ഒരു വിജയത്തിന്റെ വാർത്ത കേൾക്കുന്നു. അത് മനസ്സിലാക്കിയവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താണ്. നിന്റെ കുടുംബത്തിൽ എന്തിനെയെങ്കിലും ശത്രു പിടിമുറുക്കിയെങ്കിൽ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ ശത്രു പിടി അയക്കുന്ന ദിവസങ്ങൾ. നിങ്ങൾ എന്നെ നോക്കിയേ. മോശ കൈ ഉയർത്തി പിടിക്കുമ്പോൾ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, പ്രാർത്ഥനയിൽ നിന്റെ കരം ഉയർന്നിരുന്നാൽ നിനക്ക് വിജയ ഉറപ്പാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, 2 പേരവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരുത്തൻ്റെ പേര് അഹരോൻ, മറ്റൊരുത്തൻ്റെ പേര് ഹൂര്. ഇവര് രണ്ടും കൂടെ ചെയ്ത കേൾക്കണോ? ഉയർന്നിരിക്കുന്ന മോശയുടെ കയ്യെ ഒന്ന് താങ്ങിപ്പിടിച്ചു. ഒരു ചോദ്യം, പ്രാർത്ഥിക്കുന്നവനോട് ചേർന്ന് നിന്ന് ഒന്ന് താങ്ങിപ്പിടിക്കാൻ ആരുണ്ട്?
തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ഒന്ന് താങ്ങാൻ ആരുണ്ട്? എടുക്കാൻ വയ്യാത്ത ഭാരം ചുമക്കുന്നവനെ ആ തോള് കൊടുത്തൊന്ന് താങ്ങാൻ ആരുണ്ട്? അവരെ ആ ദൈവത്തിന് ഇന്ന് ആവശ്യം. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. പ്രാർത്ഥിക്കുന്നവൻ വിമർശിക്കാൻ എളുപ്പമാ. പ്രാർത്ഥിക്കുന്നവനെ ഒന്ന് താങ്ങി പിടിച്ചാൽ പ്രാർത്ഥിക്കുന്നവനും വിടുതലാണ്, താങ്ങുന്ന നിനക്കും വിടുതലാണ്.